അപ്പോൾ യൂണിറ്റ് 1 ഈസ് ഡീലിംഗ് വിത്ത് രാജാ റാവു കരിയർ ആൻഡ് ഹിസ് വർക്ക്സ്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ വർക്കും അദ്ദേഹത്തിൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ കരിയറും ഒക്കെയാണ് ഈ ഒരു യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, എങ്ങനെയാണ് നമ്മുടെ ഇന്ത്യയിൽ എങ്ങനെ ഇംഗ്ലീഷ് റൈറ്റിംഗ് വന്നു, ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റിംഗ് വന്നു, അതെങ്ങനെയായിരുന്നു എന്ന് നമുക്കറിയാം. ബ്രിട്ടൻ ഇങ്ങോട്ട് വന്നതിന് ശേഷം, ബ്രിട്ടൻ നമ്മുടെ ഇന്ത്യയെ കോളനൈസ് ചെയ്ത് റൂൾ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് ഇവിടേക്ക് അവരുടെ വർക്കുകൾ കൊണ്ടുവരുന്നത്. ദെൻ ഇതിൽ പലരും ഇൻഫ്ലുവൻസ്ഡ് ആയി ഇംഗ്ലീഷിൽ എഴുതാൻ തുടങ്ങി. ഫോർ എന്താ പറയുക, ഒന്ന് ലോകത്തെ മൊത്തം അറിയാനോ അല്ലെങ്കിൽ ലോകത്തിലേക്ക് എത്താനോ ഒക്കെ ആയിരിക്കാം അന്ന് ആ കാലഘട്ടത്തിൽ അത് എഴുതാൻ തുടങ്ങി. അപ്പോൾ ഏകദേശം ഒരു 19th സെഞ്ച്വറിയുടെ അവസാനത്തോടു കൂടിയാണ് ഇന്ത്യയിൽ റൈറ്റിംഗ് ആരംഭിക്കുന്നത്. ഒരു 1920 ആ ഒരു സമയത്താണ് ഇന്ത്യൻ നോവൽ ഇംഗ്ലീഷിൽ എഴുതാൻ ആരംഭിക്കുന്നത്. സോ ഈ ഒരു നോവൽ എഴുതുമ്പോൾ തന്നെ എന്ന് വെച്ചാൽ ആ ബിഗിനിങ്ങിൽ തന്നെ നമ്മുടെ ഈ ഒരു ഇന്ത്യൻ റൈറ്റിങ്ങിൽ മുന്നോട്ട് വന്ന അല്ലെങ്കിൽ മുൻപിൽ നിന്നിരുന്ന വ്യക്തികളാണ് രാജാ റാവുവും അതുപോലെ മുൽക്ക് രാജ് ആനന്ദും RK നാരായണനും. അപ്പോൾ ഈ ഒരു ട്രയോ, ഈ ഒരു 3 പേര് വളരെ ഫേമസ് ആയ വ്യക്തികളാണ്. അപ്പോൾ ഇവരിൽ നിന്നാണ് ഒരുപക്ഷെ ആ ഒരു തുടക്കം കുറിക്കുന്നത്. സോ ദേ ഹാവ് ദാറ്റ് മച്ച് ഓഫ് ഇമ്പോർട്ടൻസ് ഇൻ ഇന്ത്യ. അപ്പോൾ ആ ഒരു പ്രത്യേകത ഇവർക്കുണ്ട്. ദെൻ ഇവർ 3 പേരെ അതുകൊണ്ട് നിങ്ങൾ ഒരുമിച്ച് പഠിക്കണം.